ചെക്കൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി ഗൈസ്. ഞങ്ങളത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് മിസ്റ്റർ രാഹുൽ ഇവിടെ ഉണ്ട്. പോവാം. ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനി ഇവിടെ ചെറിയ പരിപാടി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആനിവേഴ്സറി ആയിട്ട് ഇപ്പം നമ്മളെ 2 ഫാമിലിയിൽ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു സെലിബ്രേഷൻ അല്ലേ? ഉച്ചയ്ക്ക് ശേഷം നമ്മളെ മാത്രമായിട്ടൊരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കട്ടെ. സുന്ദരിയായി. അപ്പോൾ ഞങ്ങള് അമ്പലത്തിൽ നിന്നൊക്കെ പോയി വന്നു. ചെറിയ നമ്മള് ബലൂൺ സെറ്റിംഗ് ഒക്കെ ചെയ്തു. സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു. കാരണം സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണിത്. കുറച്ച് പേര് വെച്ചിട്ടുള്ള സിമ്പിൾ പരിപാടി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റെഡിയാവാണ്. പിന്നെ എനിക്ക് റെഡിയാവാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എടുത്ത് വെച്ചത് ഇത് എൻ്റെ ബാഗും ഇത് മിസ്റ്റർ രാഹുലിൻ്റെ ബാഗാണ്. പിന്നെ നമ്മുടെ മേക്കപ്പൊക്കെ ഞാൻ ചെറിയ രീതിക്ക് ഇതിലെടുത്ത് വെച്ചു. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് റെഡി ആവാം. ഞാൻ സിമ്പിളായിട്ടൊരു കുർത്തയാണ് ഇടുന്നത്. ഐ മീൻ ഇതാണ് ആ കുർത്ത. അതിൻ്റെ കൂടെ ഷോളും വന്നിട്ട്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് സ്മോക്കി ലുക്കാണ് ചെയ്യുന്നത്. ഐഷയുടെ പാലറ്റ് വന്നിട്ട് ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. മിസ്റ്റർ ഹസ്ബൻഡ് ഈ ഒരു ബട്ടൺ ഇടണോ അല്ലെങ്കിൽ നല്ല രസം. ജ്വല്ലറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഇടാതെ ഇങ്ങനെ അധികം ഇടയില്ല. ഞാൻ കല്യാണത്തെ സമയത്ത് വാങ്ങിയിട്ടുള്ള ഗോൾഡാണ്. അപ്പോൾ ഞാനിതും ഇട്ടിട്ടുണ്ട്. എത്ര മാച്ച് അല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ടു ഗോ. ഫസ്റ്റ് ഒന്ന് ഹെയർ സ്ട്രൈറ്റ് ചെയ്യുക. അപ്പോൾ പൊട്ട് തൊടാൻ പോകുന്നത്. റെഡ് പൊട്ട് നമുക്കിനി കുപ്പിവള ഇടാം. കുപ്പിവള ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. സോ ഞാൻ കുപ്പിവള എടുക്കാം. ഇത് ഫുൾ തന്നെ ജ്വല്ലറി കളക്ഷനാണ് ഗൈസ്. ഇതാണ് നമ്മളെ കുപ്പികൾ. ഇതൊന്ന് വെച്ചോ. കുറച്ച് ഇടാം. ഞാൻ ഇടാം. പിങ്ക് കളർ ഈ കളർ ആയിട്ട് മാച്ച് ചെയ്യും. പിന്നെന്താ ഒരു കൊല്ലമായി. അപ്പം ഞങ്ങൾ എന്താ
ഓരോരുത്തരായിട്ടും വരും. കാണാം. ഇതാണ് എൻ്റെ കുട്ടികളാണ്. ഞങ്ങളിവിടെ ചെറിയൊരു 3 സെക്കൻഡ് വീഡിയോ എടുത്തു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. മിസ്റ്റർ ഹസ്ബൻഡ്, ഞാൻ മിസ്റ്റർ ഹസ്ബൻഡിന് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതാ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്. ഇപ്പം കഴിക്കാൻ പറ്റില്ല. ബട്ട് ഒരു ഗിഫ്റ്റ് വന്നിട്ട് ഇതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഗിഫ്റ്റ് വന്നിട്ട് ഇത്. സോ അതാണ് ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്താ സിമ്പിളായിട്ടൊരു കുർത്ത സെറ്റ്. ഈ ചൂടത്ത് വേറെ ഒന്നും ഇടാനും പറ്റില്ല. സോ അങ്ങനെയാണ്. അപ്പം അതാണ് കാര്യങ്ങൾ. ഇവിടെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. ഇത് ചൂട് പോയിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ്. ഇതിലേക്ക് ഞാൻ സ്ട്രെയിറ്റ്നർ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അത് ഞാൻ ഇതിലേക്ക് ഉള്ളിലേക്ക് വെക്കും. സോ അതാണ്. അങ്ങനെ സ്വന്തമായിട്ട് ആരെയും സഹായമില്ലാതെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അല്ലേ. യെസ്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. എൻ്റെ പാരൻസ് ഏതാണ്ട് എത്താനായിട്ടുണ്ട്, എൻ്റെ ഫാമിലി. എന്താ പിന്നെ വേറെയും കുറച്ച് പേരുണ്ട്. സോ നമുക്ക് എല്ലാവരെയും കാണാം. ഗൈസ്, വീട്ടിൽ നിന്ന് ഫാമിലി വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വാ. അതായത് വിഷുവിന് ഞാൻ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. അമ്മമ്മ ശ്രീദേവം ചിരിക്കി ഒരു എവിടെ എത്തിന്ന് വിളിച്ചു. നീ ഏത് ജിമ്മിലാടാ പോന്നെ? ഗൾഫ് പോയിട്ട് റെഡി ആയതാ? എല്ലാരും ആൾക്കാരെ കാണിക്കണം. വീഡിയോ എടുത്തില്ലേ? കുറച്ചും കൂടി മനസ്സിലാവും. സെൽഫ് ഡിസൈൻ അല്ലേ? ഓ സോറി എവിടെ ഓ
അല്ലേ? ഇവനിപ്പം പറഞ്ഞ പോലത്തെ അല്ല, നമുക്ക് ട്രിപ്പിന് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റും. ഇത്ര ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രിപ്പിൽ ഉണ്ടായിരുന്ന സാധനം കൂടുതൽ എന്താ പറയുന്നത്, വലിയ ഗ്യാസ് അടിക്കാറ്. ഇത് പൊട്ടിക്കുന്ന തോന്നുന്നു നമ്മള് കുരുക്കി. അല്ല, വാട്ടർ ബോട്ടില ശരി. നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഡെയിലി വേണേ യൂസ് ചെയ്യാം. ആരും ഒന്നും പറയുന്നില്ല അല്ലേ? ആരും പറയുന്നില്ല. എന്ത് കാറ്റഗറി ഒന്ന് പറഞ്ഞുതരോ? കാറ്റഗറി പറഞ്ഞാൽ വേഗം കിട്ടും. ഞങ്ങക്ക് വേഗം കിട്ടുമൊന്നുമില്ല. ചേച്ചി നേരത്തെ ഏതാണ്ട് എത്തിയിരുന്നു. ചേച്ചിന്റെ പറഞ്ഞേ, എവിടെയാ പറഞ്ഞേ? ഫ്ലവറോ? എന്താ ട്രിപ്പ് പോകുമ്പോ പോകാറില്ല? ട്രിപ്പ് എന്നല്ല, അല്ലെങ്കിലും യൂസ് ചെയ്യാം. അത് കൂടെ പൊളിക്ക്. ഇത്രയും ചെറിയ സൈസിലോ? പിന്നെ ഓഫീസ് വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ പോലെ കമ്മലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയി. അങ്ങനെ ഞാൻ ഇറങ്ങും, എൻ്റെ ഫാമിലി ഇവരൊക്കെ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. നമ്മള് ഒരു വഴിക്കായില്ലേ, 3:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. നമ്മൾ ജസ്റ്റ് 5 minutes ആയിട്ടുള്ളൂ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് 2 hours ഉണ്ട് അവിടെ എത്തണം. ഒന്ന് വേഗം എത്തി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം എന്നുണ്ട്. ആകെപ്പാട് ടയേർഡായി ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇനി നമുക്ക് തന്നെ അവിടെ പോയി ഒന്ന് വേഗം പൂളിൽ ഇറങ്ങി ജസ്റ്റ് എൻജോയ് ആ ഒരു ഇതാണ്. പിന്നെ നമ്മൾ എന്താ കഴിക്കാൻ, പിസ്സ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം, വാങ്ങണം, പോവാം, അവിടെ നിന്ന് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുകയാണ് നമ്മുടെ പ്ലാന്. നല്ല വിശക്കുന്നുണ്ട്. സോ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ആദ്യം വാങ്ങിച്ചത് ഒരു പിസ്സ കേട്ടോ, ചിക്കൻ ചീസ് പിസ്സ. മാംഗോ ഷേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് ബാക്കി ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, വേറെ ഫുഡ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തായാലും വിശക്കില്ല, പിസ്സ മാത്രം വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. സോ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഫുഡ് നമ്മൾ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. 5:15 ഇവിടുത്തെ സമയം നോക്കിയിട്ട് 5:15 അപ്പോൾ നമ്മൾ ഈ 5:15 നല്ലൊരു മഴ പെയ്യുന്നു. ഇനിയിപ്പോൾ നല്ല കോടയൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ എത്തുമ്പോഴേക്കല്ലേ അല്ലേ? അടിപൊളിയാവും. ഫൈനലി മഴയൊക്കെ പോയി, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ അല്ലേ? നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്. തണുപ്പുണ്ട് എന്ന് വിശ്വസിക്കും. നമ്മൾ ഗ്ലാസ് ഓർമ്മക്കില്ല, പക്ഷെ മഴയൊക്കെ കൊണ്ട് നല്ലൊരു ഇത്. നീ എന്താ ഇതാണ് എനിക്ക് ഹസ്ബൻഡ്
വാങ്ങിച്ചു തന്നിട്ടുള്ള മൂക്കുത്തി. നമ്മൾ അന്ന് വന്നു കഴിയുന്നല്ലേ അങ്ങനെയല്ല ക്ലൈമറ്റ് ഇസ് ബെസ്റ്റ്. ഭയങ്കര അടിപൊളി ക്ലൈമറ്റ്. ഇവിടുത്തെ വ്യൂ സോ ഗുഡ്. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. നമ്മൾ റൂമിലെത്തി, നമുക്കിനി ഫുഡ് കഴിക്കണം. സോ ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നമുക്കിങ്ങനെ സിറ്റിംഗ് ഇതൊക്കെ ഉണ്ട്, വ്യൂ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മളെ റൂം. ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലേസ്. ഇതാണ് നമ്മുടെ പ്ലേസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് വന്നിട്ട് ഈ ഒരു പിസ്സ ആൻഡ് മാംഗോ ഷേക്കാണ് നമ്മളിത് ഈ വ്യൂ അല്ല, ഈ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. സോ വാ ചക്ക നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മളെ സ്റ്റേ. നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് വ്യൂ ഒക്കെ കണ്ടിരിക്കുക കേട്ടോ.